ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: പോലീസിനുള്ളിൽ BJP അനുഭാവികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, അവർ കൂടുതൽ സംഘടിക്കുന്നുവെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിനി മുൻപ് ഇതുമായി പരാമർശം നടത്തിയിട്ടുള്ളത് PV അൻവറാണ്. PV അൻവറിന് RSSന്റെ സ്വാധീനം കാണുമ്പോൾ നിലവിളി തോന്നുന്നത് സ്വാഭാവികം. അതിനെ നമ്മൾ എതിർക്കുന്നില്ല. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം മലപ്പുറം ജില്ലയെ തന്നെ വിഭജിച്ച് പുതിയ ജില്ല ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച വ്യക്തിക്ക് ആ സ്വാധീനം കാണുമ്പോൾ ചൊറച്ചിൽ ഒരു സ്വാഭാവികമാണ്. ഇതെന്താണ് കൂടുതൽ വിവരം? അല്ല, മാതൃഭൂമി അൻവർ പറയുന്നത് പോലെ അല്ല മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. മാതൃഭൂമി ഈ പോലീസിൽ BJP കൂട്ടായ്മ ശക്തിപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്വാഭാവികമല്ലേ? അങ്ങനെ BJP കൂട്ടായ്മ ഈ കേരള പോലീസിനുള്ളിൽ വന്നില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അപ്പം നമുക്കറിയാം, ഏതാണ്ടൊരു കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പോലീസിലുണ്ടായ പലതരം കൂട്ടായ്മകളെ കുറിച്ച് നമുക്കറിയാം, അല്ലേ? പച്ചവെളിച്ചം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. ഈ പച്ചവെളിച്ചം എന്ത് കൂട്ടായ്മയാണെന്ന് എല്ലാവർക്കും അറിയാം. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട്, സിമിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന ആരോപണങ്ങൾ നമ്മൾ അല്ല, അതൊരു കൂട്ടായ്മ ഈ രഹസ്യങ്ങൾ ചോർത്തുക, കൂട്ടായ്മ, എതിർ പാർട്ടികളെ കൊലയ്ക്ക് കൊടുക്കാനുള്ള കൂട്ടായ്മ. എതിർ പാർട്ടികളെ കൊലയ്ക്ക് കൊടുക്കാൻ മാത്രമല്ല, പോലീസിലെ രഹസ്യങ്ങൾ തന്ത്രപരമായിട്ട് ചോർത്തുകയും പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വിധത്തിൽ ചില നരേറ്റീവ്സ് പ്ലാൻ ചെയ്യുകയും വെച്ചു പിടിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ്. നമുക്കറിയാം, ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ബിജു സലീം എന്ന് പറയുന്ന ഒരു SI പണ്ട് പോലീസ് സൈബർ സെല്ലിൽ ഇരുന്നുകൊണ്ട് ഒപ്പിച്ച ഒരു പണി, ഒരു ഉത്തരവ് ഉണ്ടാക്കി. ഈ മുസ്ലിം ഉദ്യോഗസ്ഥരുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് വ്യാജമായിട്ടൊക്കെ ഉണ്ടാക്കി വലിയ പ്രശ്നങ്ങൾ അതുണ്ടാക്കിയതാണ് അന്ന്. അത് കേരള പോലീസിനെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന, കേരള പോലീസിൻ്റെ വിശ്വാസ്യത നശിപ്പിക്കുന്ന, കേരള പോലീസിൻ്റെ ഇതുവരെയുള്ള നേട്ടങ്ങളെല്ലാം തകർക്കുന്ന വിധത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് അത്. പക്ഷേ പോലീസ് കൃത്യമായിട്ട് പിടികൂടുകയും ബിജു സലീമിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയും ചെയ്തു, അന്വേഷണ വിധേയമായി. അപ്പോൾ ഇതൊക്കെ മുമ്പ് കേരള പോലീസിൽ നടന്നിട്ടുണ്ട്. അന്ന് അതിനുശേഷമാണ് ഈ പച്ചവെളിച്ചം വരുന്നത്. ഈ പച്ചവെളിച്ചം എന്ന് പറയുന്നത് തൊടുപുഴ കേന്ദ്രീകരിച്ച് ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറായി. ആ ഹിറ്റ് ലിസ്റ്റിൽ കൊല്ലപ്പെടേണ്ട എതിർ രാഷ്ട്രീയ കക്ഷികളുടെയും സംഘടനകളുടെയും ഒക്കെ ആൾക്കാരുടെ പേര് വിവരങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജില്ല തിരിച്ച് തിരുവനന്തപുരത്ത്, കൊല്ലം, കാസർഗോഡ്, കണ്ണൂർ, ഇങ്ങനെ ജില്ല തിരിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പേരുകൾ. അതിൽ RSSകാരുണ്ട്, ചില CPMകാരുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളിൽ അവർക്ക് എതിര് നിൽക്കുന്നയാൾ ആരാണോ. അതുകൊണ്ടാണല്ലോ SFIക്കാരനായ അഭിമന്യുവിന് അതിദാരുണമായിട്ട് കുത്തുകൊണ്ട് മരിക്കേണ്ടി വന്നത്. അവർക്കെതിരായിട്ട് നിന്നോ അവനെ പൂശും, അവനെ തീർക്കും. അത് അവരുടെ ഒരു രീതിയാണ്. അതുകൊണ്ടാണ്, അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവരെ നിരോധിച്ചത്. അവരെത്ര കൊലപാതക കേസുകളിൽ പ്രതിയാണെന്നറിയാം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് അപലപിക്കപ്പെടേണ്ടതാണ്. അത് ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടാൻ പാടില്ല ആര് ചെയ്താലും. പക്ഷേ ഇത് മതം തിരിച്ച് വളരെ കൃത്യമായി വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായി ആസൂത്രിതമായി നടത്തുന്ന കൊലപാതകങ്ങൾ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഈ പോലീസിലും ഒക്കെ അത്തരക്കാർ നുഴഞ്ഞു കയറി വലിയ തോതിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ ഭയപ്പെട്ട് ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെങ്കിലും ചിലപ്പോൾ അങ്ങനത്തെ കൂട്ടായ്മകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിനോട് സഹകരിക്കുകയോ അതുമായിട്ട് ചേരുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ അതല്ല. നമുക്ക് ഈ പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സാധാരണ പോലീസുകാർക്ക് വേണ്ടിയിട്ട് പോലീസ് അസോസിയേഷൻ, ഉയർന്ന ഉദ്യോഗസ്ഥർക്ക്, അതായത് സല്യൂട്ട് സ്വീകരിക്കാൻ അർഹരായ ഉദ്യോഗസ്ഥർ, SI തൊട്ട് അങ്ങോട്ടുള്ള DYSP വരെയുള്ള, പിന്നെ IPS കിട്ടാത്ത SP വരെയുള്ളവർക്ക് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, IPSകാർക്ക് IPS അസോസിയേഷൻ, ഇങ്ങനെ പല അസോസിയേഷനുകളുണ്ട്. ഈ അസോസിയേഷനുകൾ ഈ പോലീസുകാരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർ സൊസൈറ്റി നടത്തുന്നു. പോലീസുകാർക്ക് വേണ്ടി ക്യാൻറ്റീൻ സംവിധാനങ്ങൾ ഇന്നിപ്പോൾ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യങ്ങളാണ്. അതിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കും. ഇവർ കക്ഷി രാഷ്ട്രീയം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കേരളം കോൺഗ്രസ് ഭരിക്കുമ്പോൾ, UDF ഭരിക്കുമ്പോൾ ഈ പോലീസ് അസോസിയേഷൻ്റെ തലപ്പത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ വരും.
LDF ഭരിക്കുമ്പോൾ LDFിൻ്റെ ആൾക്കാർ വരും, അല്ലെങ്കിൽ CPMൻ്റെ ആൾക്കാർ വരും. ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇത് ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ പോലീസ് അസോസിയേഷന് പ്രവർത്തനാനുമതി കൊടുത്തത്. അതിനുശേഷം ഉമ്മൻചാണ്ടിയാണ് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നത്. പോലീസുകാർ നിക്കർ പോലീസിൽ നിന്ന് പാൻറ് പോലീസിലേക്ക് മാറിയത് ആ കാലത്താണ്. വയലാർ രവി, ഉമ്മൻചാണ്ടിയൊക്കെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന കാലത്തൊക്കെയാണ് ഈ മാറ്റം വരുന്നത്. അപ്പോൾ അന്ന് ഈ അസോസിയേഷന് പ്രവർത്തനാനുമതി കൊടുത്തു. അത് പിന്നീട് ശരിക്കു പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം എന്ന് പുറമേക്ക് തോന്നില്ലെങ്കിലും അകമേ വളരെ കൃത്യമായി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ CPMകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPIക്കാരുണ്ട്, അങ്ങനെ പല പാർട്ടിക്കാരുണ്ട്. സ്വാഭാവികമല്ലേ, ഇപ്പോൾ കേരളത്തിൽ BJP 20% വോട്ടുള്ള പാർട്ടിയല്ലേ. അപ്പോൾ BJPക്കാരായ ആൾക്കാർ, BJPയോട് അനുഭാവമുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടും വരാനുള്ള സാധ്യതയില്ലേ? കോൺസ്റ്റബിൾ പരീക്ഷ എഴുതി ജയിച്ച് ഒരു BJP പ്രവർത്തിച്ചിരുന്ന ഒരാൾ പരീക്ഷ എഴുതി ജയിച്ച് CPMകാരൻ ജയിച്ചു വരുന്നത് പോലെ, കോൺഗ്രസ്സുകാരൻ ജയിച്ചു വരുന്നത് പോലെ BJPക്കാരനും ജയിച്ചു വരുന്നു. അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടിയപ്പോൾ അവർ ആ കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അതിനകത്ത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ അത് നിയമവിരുദ്ധമായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലവിൽ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളും പോലീസിനുള്ളിലുണ്ട്. അത് പക്ഷേ കൃത്യമായി ബാനറൊക്കെ വെച്ച് ഔദ്യോഗികമായിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചൊന്നുമല്ല അവർ ചെയ്യുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് ഈ പോലീസ് അസോസിയേഷൻ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാനും കഴിയില്ല. അത് അവിടെയും കക്ഷി രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പുറമേ കാണുന്നത് പോലെ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതിലില്ല. പക്ഷെ എങ്കിലും ഈ പറയുന്നത് പോലെ കക്ഷി രാഷ്ട്രീയം അതിനകത്തുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതിനെ നിഷേധിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ BJPക്കും കേരളത്തിലെ ഇന്നിപ്പോൾ CPM കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും അണികളുള്ള അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി BJP ആണ്. നിഷേധിക്കാൻ പറ്റില്ല. BJPക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. കഴിഞ്ഞ 3 ടേമുകളായിട്ട് മുൻകാലങ്ങളിൽ ഇത്തരം ആരെങ്കിലും രംഗത്ത് വരികയാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി പിന്നോട്ട് വലിക്കുന്ന ഈ ഭീഷണിപ്പെടുത്തി പിന്നോട്ട് വലിക്കുന്നതല്ല, നമുക്കറിയാം. സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റി അധ്യാപകരടക്കം ഈ BJPയോ സംഘപരിവാർ ബന്ധമോ ഉള്ളവരെ ഈ പറഞ്ഞതുപോലെ അവരെ ടെസ്റ്റൊക്കെ എഴുതി ജോലി കയറി കഴിഞ്ഞാൽ അവരെ ഈ പറഞ്ഞതുപോലെ സ്ഥലം മാറ്റി പീഡിപ്പിക്കുക, അവർക്ക് അർഹമായ പ്രൊമോഷൻ സമയത്തിന് കൊടുക്കാതിരിക്കുക, അവരെ അകാരണമായിട്ട് വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് മെമ്മോകൾ കൊടുക്കുക, ഇങ്ങനെ വലിയ ദ്രോഹങ്ങൾ ചെയ്തിരുന്നത് നമുക്കറിയാം. പലപ്പോഴും പല സർക്കാർ ഉദ്യോഗസ്ഥരെയും ഈ പറഞ്ഞതുപോലെ അവർ BJP അനുഭാവികളോ RSS അനുഭാവികളോ ഒക്കെ ആണെങ്കിൽ ഈ ജോലിയിൽ ചേരുന്ന ദിവസം തന്നെ അവരെ അതിൽ നിന്ന് മാറ്റി ഇതിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ആപത്ത് വരും, അപകടം ഉണ്ടാകും, ഔദ്യോഗിക ജീവിതത്തിന് വലിയ ദോഷങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി അവരെ തങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ ശ്രമിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അത് അധ്യാപകരുടെ ഇടയിലുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിലുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലുണ്ട്, ഒക്കെയുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ നടക്കില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഈ സംഘപരിവാറിൻ്റെ BMS എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയ്ക്ക് സ്വാധീനമുണ്ട്. BSNL, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് തുടങ്ങി അങ്ങനത്തെ സ്ഥലങ്ങൾ. പക്ഷേ ഇവിടെ കേരള സർക്കാരിൻ്റെ കീഴിൽ വരുമ്പോൾ അവിടെ ഇതിന് ആദ്യകാലത്തൊന്നും അനുവദിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടെ NGO സംഘ് എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അധ്യാപകരുടെ ഇടയിൽ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ NTU എന്ന് പറയുന്ന അധ്യാപക വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഇന്ന് ആവശ്യത്തിന് അണികളൊക്കെ ഉണ്ട്. അത്യാവശ്യം അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. പക്ഷേ പോലീസിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം സാധ്യമല്ല. അത് പോലീസിന് അനുവദിച്ചിട്ടില്ല. ഈ പറഞ്ഞതുപോലെ അസോസിയേഷൻ ഉണ്ടാക്കി അതിൽ തെരഞ്ഞെടുപ്പൊക്കെ നടക്കും. പോലീസുകാർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവർ വോട്ട് ചെയ്യും. അവിടേക്ക് ഈ പറഞ്ഞതുപോലെ ഈ വോട്ട് മത്സരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിരിക്കാം. അത്രയൊക്കെ ഉള്ളൂ. അതിൽ BJPയുടെ ഒരു കൂട്ടായ്മയും വരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അതിന് വേറെ വലിയ ഈ മാതൃഭൂമി പത്രം ഇപ്പോൾ വാർത്തയെ കൊടുത്തിട്ടുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതാ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്തും, അയ്യോ ഇതാ പോലീസിനെയും കാവ്യവൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം ഉന്നയിക്കാം. ഇതിനകത്ത് കാവ്യവൽക്കരണമൊന്നുമില്ല. ഇത് ഈ പറഞ്ഞതുപോലെ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPയുടെ അംഗങ്ങളും ഇതിലേക്കൊക്കെ കടന്നു വരുന്നു, പോലീസിലേക്കും മറ്റും ജോലി കിട്ടി വരുന്നു എന്നേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുന്നത് അതൊരു കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. അതിനെ തടയാനൊന്നും പറ്റത്തില്ല ആർക്കും.
അത് എങ്ങനെയാണോ CPM-ന്, എങ്ങനെയാണോ കോൺഗ്രസ്സിന്, അതുപോലെ തന്നെ BJP-ക്കും അതിനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.